90+ മൈ ട്യൂഷൻ ആപ്പ് ഇന്ത്യയിൽ ഏറ്റവും ചിലവ് കുറഞ്ഞതും ക്വാളിറ്റി ഉള്ളതുമായ എഡ്യൂക്കേഷണൽ ആപ്പ്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിത്വം തള്ളാതെ KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. പാർട്ടി പറഞ്ഞാൽ മത്സരിക്കുമെന്ന് മുല്ലപ്പള്ളി. AICC എടുക്കുന്ന എല്ലാ തീരുമാനവും ശിരസാ വഹിക്കും. ഇതുവരെ അധികാര സ്ഥാനങ്ങൾ തേടി പോയിട്ടില്ല. പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ രമേശ് ചെന്നിത്തല മികച്ച പ്രവർത്തനമാണ് കാഴ്ചവെച്ചത്. കെ മുരളീധരന്റെ വിമർശനത്തോട് ഇപ്പോൾ പ്രതികരിക്കുന്നില്ലെന്നും ഒറ്റക്കെട്ടായ നേതൃത്വമായിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF-നെ നയിക്കുകയെന്നും മുല്ലപ്പള്ളി രാമചന്ദ്രൻ. എന്നെ സംബന്ധിച്ചിടത്തോളം അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി എടുക്കുന്ന തീരുമാനം എല്ലാ കാലത്തും ശിരസാ വഹിച്ച ഒരു അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകരാണ് ഞാൻ. ഇന്ന് വരെ അച്ചടക്ക ലംഘനം ഞാൻ നടത്തിയിട്ടില്ല. പാർട്ടി പറയുന്ന ഏത് നിർദ്ദേശങ്ങളും ശിരസാ വഹിച്ചുകൊണ്ട് മുന്നോട്ട് പോയ ചരിത്രം മാത്രമാണ് എനിക്കുണ്ടായിട്ടുള്ളത്. ഉമ്മൻചാണ്ടി അധ്യക്ഷനായ 10-അംഗ തെരഞ്ഞെടുപ്പ് മേൽനോട്ട സമിതിയെ പ്രഖ്യാപിച്ച AICC ശശി തരൂർ MP 10-അംഗ സമിതിയിൽ. മുല്ലപ്പള്ളി രാമചന്ദ്രൻ, രമേശ് ചെന്നിത്തല, താരിഖ് അൻവർ, കെ മുരളീധരൻ, KC വേണുഗോപാൽ, കെ സുധാകരൻ എന്നിവരും സമിതിയിൽ. ഹൈക്കമാൻഡ് തീരുമാനത്തിന് പിന്നാലെ വയനാട് കൽപ്പറ്റയിൽ മത്സരിക്കാൻ KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ തീരുമാനിച്ചതിൽ മുസ്ലിം ലീഗിൽ എതിർപ്പ്. കൽപ്പറ്റ സീറ്റിനായി ലീഗ് നേരത്തെ സമ്മർദ്ദം ആരംഭിച്ചിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ട് വിഹിതം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയാണ് ലീഗിന്റെ അവകാശവാദം. മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ കൽപ്പറ്റ മുസ്ലിം ലീഗിന് അവകാശപ്പെട്ടതാണെന്നാണ് ലീഗ് നേതാക്കളുടെ അഭിപ്രായം. കൽപ്പറ്റ പിടിച്ചെടുക്കാൻ മുല്ലപ്പള്ളി തന്നെ വരേണ്ടതില്ലെന്നും യോഗ്യരായവർ ജില്ലയിൽ തന്നെയുണ്ടെന്നും ലീഗ് നേതാക്കൾ പറഞ്ഞു. നിർബന്ധമായിട്ടും ഈ സീറ്റ് ഇത്തവണ ലീഗിൻ്റെതായിരിക്കും. ഒന്ന്, ഇത് മുല്ലപ്പള്ളിയാണ് സ്ഥാനാർത്ഥി എന്ന് പറയാൻ ഇത് കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റല്ല. ഇത് UDF-ൽ LJDയുടെ സിറ്റിംഗ് സീറ്റായിരുന്നു. LJD മുന്നണി വിട്ടതുകൊണ്ട് തന്നെ ഈ സീറ്റ് ലീഗ് മുൻപ് കൈമാറ്റം ചെയ്തിട്ടുള്ള സീറ്റാണ്. 87-ന് തോറ്റതിന് ശേഷം ലീഗ് നൽകിയിട്ടുള്ള സീറ്റാണ്. അപ്പോൾ ആ സീറ്റ് ഈ തവണ ലീഗ് തിരിച്ചാവശ്യപ്പെടുന്നു. KPCCയുടെ താത്കാലിക അധ്യക്ഷനായി കെ സുധാകരൻ എത്തും. മുല്ലപ്പള്ളി രാമചന്ദ്രനോട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ നിർദ്ദേശിച്ച സാഹചര്യത്തിലാണ് താത്കാലിക അധ്യക്ഷനെ നിയമിക്കാനുള്ള ഹൈക്കമാൻഡ് തീരുമാനം. KPCC പ്രസിഡന്റ് സ്ഥാനത്തിന് വേണ്ടി ആറ്റുനോറ്റിരുന്നിട്ടില്ലെന്നും ആർക്കു മുന്നിലും കൈ നീട്ടിയിട്ടില്ലെന്നും കെ സുധാകരൻ പറഞ്ഞു. ഇപ്പൊ KPCC പ്രസിഡന്റിൽ ഒഴിവില്ല. ഇല്ലാത്തയിടത്ത് കേസ് വരനാക്കാൻ പറ്റുമോ? ആക്കണമെന്ന് പറയാൻ പറ്റുമോ? പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു കാര്യം, എന്റെ സ്റ്റാൻഡ് വളരെ വ്യക്തമാണ്. ഞാൻ KPCC അധ്യക്ഷ പദവിക്ക് വേണ്ടി ആറ്റുനോറ്റ് കുത്തിരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയൊന്നുമല്ല. അതിന് ആർക്കും സംശയം വേണ്ട. പാർട്ടി എന്നിൽ ചുമതല ഏൽപ്പിച്ചാൽ ആ ചുമതല നിറവേറ്റും സത്യസന്ധമായി. അതല്ലാതെ KPCC പ്രസിഡന്റ് ആവാൻ ആർത്തിപ്പണ്ടാരുമായി ഞാൻ ആരെ മുമ്പിലും കൈനീട്ടിട്ടില്ല. കോൺഗ്രസിന്റെ കൂട്ടായ നേതൃത്വമാണ് മുസ്ലിം ലീഗ് ആഗ്രഹിക്കുന്നതെന്ന് PK കുഞ്ഞാലിക്കുട്ടി MP. ഉമ്മൻചാണ്ടിയെ പുതുതായി കൊണ്ടുവന്നതല്ലെന്നും കേരളത്തിൽ സജീവമായി പ്രവർത്തിച്ചയാളാണ് ഉമ്മൻചാണ്ടിയെന്നും പ്രതികരണം. ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തലയൊക്കെ ഉള്ള അവരൊക്കെ ഉള്ള മുല്ലപ്പള്ളി രാമചന്ദ്രൻ അവരൊക്കെ ഉള്ള കൂട്ടായ നേതൃത്വമാണ് ലീഗ് എപ്പോഴും ആഗ്രഹിച്ചിട്ടുള്ളത്. ഇപ്പോഴും അങ്ങനെ ഞങ്ങൾ അങ്ങനെയുള്ള അഭിപ്രായങ്ങളൊന്നും പറഞ്ഞിട്ടുമില്ല. അതുപോലെ തന്നെ ഇത് സംബന്ധിച്ച് ഒരു ഭിന്ന ചർച്ചക്കും ഒരുവിധ സാധ്യതയില്ല. ശ്രീ രമേശ് ചെന്നിത്തല, ഞാനിപ്പോൾ അദ്ദേഹത്തെ കാണാനാണ് ഇപ്പോൾ പോകുന്നത്. രമേശ് ചെന്നിത്തല ഞങ്ങളൊക്കെ വളരെ കോർഡിയലായി ഒറ്റക്കെട്ടായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ തീരുമാനമാണ്. അല്ലാതെ ഘടകകക്ഷികൾക്കൊന്നും അതിൽ യാതൊരുവിധ പങ്കുമില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ നിന്ന് കരകയറാനുള്ള നിർദ്ദേശങ്ങൾ AICC വ്യക്തമാക്കുമെന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞു. കേരളത്തിലെ എല്ലാ വിഭാഗങ്ങളുമായും കോൺഗ്രസിന് നല്ല ബന്ധമാണുള്ളത്. പുതിയ പദവിയെക്കുറിച്ച് AICC ഔദ്യോഗികമായി പ്രഖ്യാപിക്കട്ടെ എന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. AICC ആണ് അത് പ്രഖ്യാപിക്കേണ്ടത്. അത് പ്രഖ്യാപിക്കുന്നതിന് ഞാൻ കയറി എന്തെങ്കിലും പറഞ്ഞൊരു കാര്യമാണ്. ഉമ്മൻചാണ്ടി തെരഞ്ഞെടുപ്പ് പ്രചാരണ സമിതി കൺവീനറാകുമ്പോൾ രമേശ് ചെന്നിത്തലയുടെ പ്രാധാന്യം കുറയില്ലെന്ന് കെ മുരളീധരൻ. ഹൈക്കമാൻഡിന്റെ പുതിയ ഫോർമുല വിജയം കാണും. തെരഞ്ഞെടുപ്പിന് ശേഷം ജയിച്ചു വരുന്ന MLA-മാരുടെ ഭൂരിപക്ഷം നോക്കിയാണ് മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത്. KPCC അധ്യക്ഷൻ മത്സരിക്കുന്നതിൽ തെറ്റില്ലെന്നും കെ മുരളീധരൻ പറഞ്ഞു. ഗ്രൂപ്പ് സമവാക്യങ്ങളെക്കാൾ കൂടുതലായി ഞാൻ മുമ്പ് സൂചിപ്പിച്ചൊരു കൂട്ടായ നേതൃത്വം അത് ഈ കമ്മിറ്റിയിൽ ഉണ്ടായിട്ടുണ്ട്. ചെന്നിത്തലയുടെ പ്രാധാന്യം ഒട്ടും കുറച്ചിട്ടില്ല. അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ്. ഇപ്പോൾ കേരള യാത്ര അദ്ദേഹമാണ് നടത്തുന്നത്. പക്ഷെ ഉമ്മൻചാണ്ടി എല്ലാ സന്ദർഭത്തിലും പാർട്ടിയെ നയിക്കാനൊപ്പം ഉണ്ടായിരുന്നല്ലോ. അദ്ദേഹം ഒരിക്കലും മാറിയിരുന്നില്ല. സ്ഥാനത്തുനിന്ന് മാറിയിരുന്നെങ്കിലും പ്രവർത്തനത്തിൽ അദ്ദേഹം ഒരിക്കലും പുറകിലായിരുന്നില്ല. അപ്പോൾ അതൊക്കെ വെറുതെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ചിലർ ഉണ്ടാക്കുന്ന കുത്തിത്തിരിപ്പാണ്. അതല്ലാതെ ഈ കമ്മിറ്റിയെ വെച്ചതിൽ യാതൊരു തെറ്റുമില്ല. അതെല്ലാവരും ആഗ്രഹിച്ച രീതിയിൽ തന്നെയാണ് ഹൈക്കമാൻഡ് തീരുമാനമെടുക്കുന്നത്.
നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടിയെ മാത്രം ഉയർത്തി കാണിച്ചിട്ടില്ലെന്ന് കെ സി വേണുഗോപാൽ. പ്രചാരണം ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ചേർന്ന് നയിക്കും. രമേശ് ചെന്നിത്തല ഏറ്റവും ഫലപ്രദമായി ഉപയോഗിക്കും. 5 വർഷം പ്രതിപക്ഷത്തെ ഏറ്റവും ശക്തമായി നയിച്ചത് രമേശ് ചെന്നിത്തലയാണ്. മുല്ലപ്പള്ളിയുടെ സ്ഥാനാർത്ഥിത്വം തീരുമാനിച്ചിട്ടില്ലെന്നും കെ സി വേണുഗോപാൽ ഡൽഹിയിൽ പറഞ്ഞു. കേരളത്തിലെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളുടെ ചർച്ചകളെക്കുറിച്ച് ഒരംശം പോലും ആരംഭിച്ചിട്ടില്ല. അപ്പോൾ അത്തരം കാര്യങ്ങൾ വെറും ഭാവനാ സൃഷ്ടി മാത്രമാണ്. അത്തരം ഭാവനാപരമായ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ട കാര്യമില്ല. ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ഒക്കെ ഒന്നിച്ച് നയിക്കും കേരളത്തിലെ കാര്യങ്ങൾക്ക്. തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് അവരെല്ലാം ഒന്നിച്ച് മുന്നോട്ട് പോകും. പാർട്ടി ഒറ്റക്കെട്ടായി നയിക്കും. ഉമ്മൻചാണ്ടിയെ പോലുള്ള പരിണതപ്രജ്ഞനായിട്ടുള്ള ഏറ്റവും ജനപിന്തുണയുള്ള ഒരു നേതാവിനെ പോലുള്ള ആളെ ഉപയോഗിക്കും. രമേശ് ചെന്നിത്തലയെ പോലെ കഴിഞ്ഞ 5 കൊല്ലക്കാലമായി അഗ്രസീവായി പ്രതിപക്ഷ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി ഒരുപാട് കാര്യങ്ങളിൽ ഗവൺമെന്റിനെ പ്രതിക്കൂട്ടിലാക്കിയ നേതാവിനെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കും. കോൺഗ്രസ് നേതൃമാറ്റത്തിന് പിന്നാലെ നായർ വോട്ടുകൾ ലക്ഷ്യമിട്ട് BJP. മോദിക്കും അമിത്ഷായ്ക്കും NSS അയച്ച കത്ത് പ്രചരിപ്പിച്ച നേതാക്കൾ. മന്നം ജയന്തി ആശംസയ്ക്ക് നന്ദി അറിയിച്ചാണ് പ്രധാനമന്ത്രിക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്കും G. സുകുമാരൻ നായർ കത്തയച്ചത്. മന്നത്ത് പത്മനാഭന്റെ 144ാം ജന്മവാർഷിക ദിനമായിരുന്ന ഈ മാസം 2-ന് ആശംസ അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ട്വീറ്റ് ചെയ്തിരുന്നു. സാമൂഹിക സാംസ്കാരിക രംഗത്തെ സംഭാവനകളെ പ്രകീർത്തിച്ച ട്വീറ്റിന് നന്ദി അറിയിച്ചാണ് G. സുകുമാരൻ നായർ ഇരുവർക്കും കത്തയച്ചത്. നായർ സർവീസ് സൊസൈറ്റിയുടെ മുഖമാസികയായ സർവീസിൽ കത്തയച്ച കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തു. സർവീസ് ലേഖനം BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചു. മോദിക്കും അമിത്ഷായ്ക്കും അയച്ച കത്തുകളും BJP നേതാക്കൾ പ്രചരിപ്പിക്കുന്നുണ്ട്. NSS BJPയോട് അടുക്കുന്നതിന്റെ സൂചനയാണ് കത്തെന്നാണ് BJP വാദം. ഫ്രാൻസിസ് മാർപ്പാപ്പയെ ഇന്ത്യയിലേക്ക് ക്ഷണിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ കത്തോലിക്ക സഭാ അധ്യക്ഷന്മാരുടെ ആവശ്യം പരിഗണിച്ചാണ് ക്ഷണിക്കാൻ നീക്കം. CBCI തലവനും ബോംബെ ലത്തീൻ അതിരൂപത അധ്യക്ഷനുമായ കർദിനാൾ ഓസ്വാൾഡ് ഗ്രേഷ്യസ്, KCBC പ്രസിഡന്റും സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പുമായ കർദിനാൾ ജോർജ് ആലഞ്ചേരി, സിറോ മലങ്കര സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ ബസേലിയോസ് ക്ലീമീസ് കാതോലിക്ക ബാവ എന്നിവരാണ് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. കൂടിക്കാഴ്ചയിൽ കത്തോലിക്ക സഭാ അധ്യക്ഷന്മാർ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചു. I think it was very pleasant conversation, very positive, and I'm sure we will be able to work even more in harmony in the future. We have been working in harmony, can work in harmony also in the future. ഞങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ശ്രദ്ധിക്കപ്പെടേണ്ടതായിട്ടുള്ള ചില വിഷയങ്ങൾ രേഖാമൂലം കൊടുത്തിട്ടുണ്ട്. അതായത് ക്രിസ്ത്യൻ സമൂഹത്തിന് കിട്ടേണ്ടതായിട്ടുള്ള ചില ആവശ്യങ്ങൾ അത് അദ്ദേഹം കൺസിഡർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അനുവാദമില്ലാതെ സ്വകാര്യതാ നയത്തിൽ ഭേദഗതി വരുത്താൻ പാടില്ലെന്ന് വാട്സാപ്പിനോട് കേന്ദ്ര സർക്കാർ. ഏതെങ്കിലും മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് നിർത്തിവെക്കാനും വാട്സാപ്പിന് നിർദ്ദേശം. സ്വകാര്യതാ നയത്തിൽ വരുത്തിയ മാറ്റം പിൻവലിക്കാൻ വാട്സാപ്പിനോട് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടു. ഉപയോക്താക്കളുടെ വിവരങ്ങളുടെ സുരക്ഷ സംബന്ധിച്ച് ആശങ്കയറിയിച്ച് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം നൽകിയ കത്തിലാണ് നിർദ്ദേശം. ഉപയോക്താക്കളുടെ സന്ദേശങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ ഫേസ്ബുക്കിന് നൽകാനുള്ള വാട്സാപ്പിന്റെ നീക്കം സുരക്ഷാ ഭീഷണി ഉയർത്തുമെന്നും പരാമർശമുണ്ട്. വാട്സാപ്പിന്റെ ഏറ്റവും കൂടുതൽ ഉപയോക്താക്കളുള്ള രാജ്യമാണ് ഇന്ത്യ. തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ നടത്തിപ്പ് അദാനി ഗ്രൂപ്പിന് കൈമാറി. എയർപോർട്ട് അതോറിറ്റിയും അദാനി എയർപോർട്ട് കമ്പനിയും കരാറിൽ ഒപ്പിട്ടു. ഇനിയുള്ള 3 മാസത്തിനുള്ളിൽ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ നടത്തിപ്പ് അദാനി എയർപോർട്ട് ഗ്രൂപ്പ് പൂർണ്ണമായി ഏറ്റെടുക്കും. ഡൽഹിയിലെ എയർപോർട്ട് അതോറിറ്റിയുടെ ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ അദാനി ഗ്രൂപ്പിന് വേണ്ടി CEO ബെഹനാദ് സാൻജിയും എയർപോർട്ട് അതോറിറ്റിക്ക് വേണ്ടി NV സുബ്ബരായുഡുവും കരാറിൽ ഒപ്പിട്ടു. ജയ്പൂർ ഗുവാഹട്ടി വിമാനത്താവളത്തിന്റെ കൈമാറ്റ കരാർ നടപടികളും പൂർത്തിയാക്കി. ഇതിനിടെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ജീവനക്കാർ പ്രതിഷേധിച്ചു. എയർപോർട്ട് ഡയറക്ടറി ഓഫീസിനുള്ളിൽ 1 മണിക്കൂറോളം തടഞ്ഞുവെച്ചു. സുപ്രീം കോടതിയിൽ അപ്പീൽ നിലനിൽക്കെ കരാർ ഒപ്പുവെച്ച നടപടി ന്യായീകരിക്കാനാകില്ലെന്ന് ജീവനക്കാർ പറഞ്ഞു. ഇപ്പോൾ അദാനിക്ക് എയർപോർട്ട് ഹാൻഡ് ഓവർ ചെയ്യാൻ ഗവൺമെന്റും മാനേജ്മെന്റും തീരുമാനിച്ചു. എംപ്ലോയീസിനെ എന്ത് ചെയ്യും? വിൽക്കുമോ? അങ്ങനെ ഒരു തീരുമാനം എന്താണ് ഇവിടെ നടക്കാൻ പോകുന്നത്? ഇപ്പോൾ നാളെ വന്നിട്ട് ഇപ്പോൾ എയർപോർട്ട് അതോറിറ്റി റിക്രൂട്ട് ചെയ്ത് എയർപോർട്ട് അതോറിറ്റിയിൽ ഫംഗ്ഷൻ ചെയ്യുന്ന ഈ എംപ്ലോയീസ് നാളെ അദാനിയുടെ അണ്ടറിൽ പോയിട്ട് വർക്ക് ചെയ്യാൻ പറഞ്ഞാൽ പോയില്ലെങ്കിൽ എന്ത് ചെയ്യും? വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു മെസ്സേജാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഈ എയർപോർട്ട് എംപ്ലോയീസുമായിട്ട് ചർച്ച ചെയ്ത് അവരുടെ കാര്യങ്ങൾ ചെയ്യാതെ ഒരു അദാനിയും ഈ എയർപോർട്ടിൽ കയറാൻ വരണ്ട.
ഒരു കാരണവശാലും അത് അനുവദിക്കില്ല. എയർപോർട്ട് അടഞ്ഞു കിടന്നാൽ പോലും ഈ എയർപോർട്ടിൽ ആരും വർക്ക് ചെയ്യില്ല. പാളയാർ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം. ആർ നിശാന്തിനിക്ക് മേൽനോട്ട ചുമതല. പാലക്കാട് ക്രൈംബ്രാഞ്ച് SP AS രാജുവും കോഴിക്കോട് DCP ഹേമലതയും സംഘത്തിലുണ്ട്. CBI വരുന്നതുവരെ കേസിൽ തുടർ നടപടികൾ സ്വീകരിക്കും. തുടരന്വേഷണത്തിന് അനുമതി തേടി പാലക്കാട് പോക്സോ കോടതിയിൽ നാളെ അപേക്ഷ നൽകും. വഞ്ചിയൂർ സബ് ട്രഷറിയിലെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ട്രഷറി ഡയറക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള വകുപ്പ് തല നടപടി കൂട്ടത്താക്കീതിലൊതുക്കി. ട്രഷറി ഡയറക്ടർ MM ജാഫർ, TSB ആപ്ലിക്കേഷൻ സ്റ്റേറ്റ് കോർഡിനേറ്റർ മോഹൻ പ്രകാശ്, TSB ആപ്ലിക്കേഷൻ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ SS മണി, വഞ്ചിയൂർ സബ് ട്രഷറിയിലെ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ രാജ്മോഹൻ SJ എന്നിവർക്കെതിരെയുള്ള നടപടിയാണ് താക്കീതിലൊതുക്കിയത്. വിരമിച്ച ജീവനക്കാരന്റെ പാസ്വേഡ് മാറ്റാതിരുന്ന ഉദ്യോഗസ്ഥൻ TSB ചീഫ് കോർഡിനേറ്റർ രഘുനാഥൻ ഉണ്ണിത്താനും താക്കീത് മാത്രമാണ് നൽകിയത്. താക്കീത് നൽകിയ മറ്റുദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് മേൽനോട്ടക്കുറവുണ്ടായെന്നും ജീവനക്കാരുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിൽ വീഴ്ച സംഭവിച്ചുവെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. ഇക്കാര്യം സർവീസ് ബുക്കിൽ രേഖപ്പെടുത്തുമെന്നല്ലാതെ മറ്റ് നടപടികൾക്ക് നിർദ്ദേശമില്ല. തുറന്ന മനസ്സോടെ സഹകരിക്കണമെന്ന് കർഷകരോട് അഭ്യർത്ഥിച്ച് സുപ്രീം കോടതി നിയോഗിച്ച സമിതി വ്യാഴാഴ്ച നിശ്ചയിച്ചിരിക്കുന്ന സിറ്റിംഗിനെത്താൻ കർഷക സംഘടനകളോട് അഭ്യർത്ഥിച്ചു. റിപ്പബ്ലിക് ദിനത്തിലെ ട്രാക്ടർ റാലിക്ക് അനുമതി നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഡൽഹി പോലീസ് കർഷക നേതാക്കളുമായി ചർച്ച നടത്തി. സമിതി അംഗങ്ങൾ പക്ഷപാതമുള്ളവരാണെന്ന് ചിന്തിക്കരുത്. കർഷകരുടെ ആശങ്കകൾ സുപ്രീം കോടതിയെ അറിയിക്കും. എല്ലാവരുടെയും ഭാഗം കേൾക്കുമെന്നും സമിതി അംഗങ്ങൾ വ്യക്തമാക്കി. 4 സമിതിയിൽ നിന്ന് ഭാരതീയ കിസാൻ യൂണിയൻ ദേശീയ അധ്യക്ഷൻ ഭൂപിന്ദർ സിംഗ് മാൻ നേരത്തെ പിന്മാറിയിരുന്നു. എന്നാൽ സമിതിയുമായി സഹകരിക്കില്ലെന്ന് കർഷക നേതാക്കൾ ഇന്നും ആവർത്തിച്ചു. കാർഷിക നിയമങ്ങളിൽ കേന്ദ്ര സർക്കാർ ജനത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ആരോപിച്ചു. हिंदुस्तान का जो किसान है उसका प्रोटेक्शन करना है, तो इस स्पेसिफिक इंस्टेंस में ये 3 कानूनों को रद्द करना ही पड़ेगा. कांग्रेस पार्टी की पोजीशन है, किसानों की पोजीशन है. मगर आप ये मत सोचिए कि अगर ये 3 कानून रद्द हो गए नरेंद्र मोदी वहां रुकेंगे. वो नहीं रुकने वाले. वो हिंदुस्तान के एग्रीकल्चरल सिस्टम को 3-4 लोगों के हाथ में करना ही चाहते हैं और हमें उनको रोकना है. NCPയിലെ ഭിന്നത പൊട്ടിത്തെറിയിലേക്ക്. പാർട്ടിയിൽ AK ശശീന്ദ്രൻ ഗ്രൂപ്പ് കളിക്കുന്നുവെന്ന് NCP സംസ്ഥാന അധ്യക്ഷൻ TP പീതാംബരൻ മാസ്റ്റർ. AK ശശീന്ദ്രന്റെ വീട്ടിൽ ഇന്നലെ ചേർന്നത് ഗ്രൂപ്പ് യോഗമായിരുന്നു. ഈ ഘട്ടത്തിൽ ഇങ്ങനെ ഒരു യോഗത്തിന്റെ ആവശ്യമില്ലായിരുന്നുവെന്നും TP പീതാംബരൻ തുറന്നടിച്ചു. ശശീന്ദ്രന്റെ വീട്ടിൽ ചേർന്ന യോഗത്തിലെടുത്ത തീരുമാനത്തിൽ പുതുമയില്ലെന്നും ഇടതുമുന്നണിയിൽ തുടരുക എന്നത് പാർട്ടി നേരത്തെ എടുത്ത തീരുമാനമായിരുന്നുവെന്നും TP പീതാംബരൻ പറഞ്ഞു. അവരോട് കൂടാറുണ്ട്, അതിന്റെ ഭാഗമായിട്ട് കൂടിയതാകാം. പക്ഷെ അവരുടെ പ്രഖ്യാപനങ്ങൾ തീരുമാനം എന്ന് പറയുന്നതിനകത്ത് ഒരു പുതുമയില്ല. കാരണം പാർട്ടി തന്നെ LDF തുടരാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. പക്ഷേ പാർട്ടി 4 സീറ്റ് മത്സരിക്കുമെന്നും തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ LDF തുടരുമെന്ന് പറഞ്ഞൊരു തീരുമാനം എടുത്തു എന്ന് പറയുന്നൊരു ഒരു പുതുമയില്ല. കോങ്ങാട് MLA KV വിജയദാസിന് ജന്മനാട് വിട ചൊല്ലി. കോവിഡാനന്തര ചികിത്സയ്ക്കിടെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇന്നലെയാണ് വിജയദാസ് മരണത്തിന് കീഴടങ്ങിയത്. ലാളിത്യം മുഖമുദ്രയാക്കിയ നേതാവായിരുന്നു KV വിജയദാസ് എന്ന് സ്പീക്കർ P ശ്രീരാമകൃഷ്ണൻ അനുസ്മരിച്ചു. കക്ഷി രാഷ്ട്രീയ പരിഗണനകൾക്കതീതമായ ജനകീയ അംഗീകാരം KV വിജയദാസിനുണ്ടായിരുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കർഷകരുടെ മനസ്സ് കണ്ടറിഞ്ഞ ജനപ്രതിനിധിയെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ അനുസ്മരണം. വിവിധ പാർട്ടികളുടെ നിയമസഭാ കക്ഷി നേതാക്കളും KV വിജയദാസിനെ അനുസ്മരിച്ചു. അഴിമതി നിരോധന വകുപ്പ് ഒഴിവാക്കി കശുവണ്ടി വികസന കോർപ്പറേഷൻ കേസിൽ CBI കുറ്റപത്രം സമർപ്പിച്ചു. INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ, കോർപ്പറേഷൻ മുൻ MD KA രതീഷ്, ജെയ്മോൻ ജോസഫ് എന്നിവർക്കെതിരെയാണ് കുറ്റപത്രം. പ്രതികൾ ക്രിമിനൽ ഗൂഢാലോചന നടത്തിയെന്നാണ് കുറ്റപത്രം. JMJ ട്രേഡേഴ്സിന് ടെൻഡർ നടപടി പാലിക്കാതെ തോട്ടണ്ടി ഇറക്കുമതിക്ക് കരാർ നൽകിയെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. സ്റ്റോർ പർച്ചേസ് മാനുവലിലെ നിർദ്ദേശങ്ങൾ പാലിക്കാതെ അമിത നിരക്കിൽ തോട്ടണ്ടി ഇറക്കുമതി ചെയ്തതുമൂലം സർക്കാർ ഖജനാവിന് കോടികളുടെ നഷ്ടമുണ്ടാക്കി. ഗുണനിലവാരം കുറഞ്ഞ തോട്ടണ്ടി നൽകി കരാറുകാരൻ വഞ്ചിച്ചുവെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. ക്രിമിനൽ ഗൂഢാലോചന, വഞ്ചന എന്നീ കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ നിലവിൽ ചുമത്തിയിരിക്കുന്നത്. അഴിമതി നിരോധന നിയമപ്രകാരമുള്ള വകുപ്പ് കുറ്റപത്രത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. പരാതിക്കാരൻ ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ കോടതി തീർപ്പ് കൽപ്പിച്ച ശേഷമായിരിക്കും വകുപ്പ് ചുമത്തുന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാവുക.
പിൻവാതിൽ നിയമനങ്ങളിലൂടെ സർക്കാർ യുവജനങ്ങളെ വഞ്ചിക്കുന്നുവെന്ന് ആരോപിച്ച് യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. ഉദ്യോഗാർത്ഥികൾ ചോദിക്കുന്നത് പിണറായിയുടെ ഔദാര്യമല്ല, സ്വന്തക്കാരെ തിരികെ കയറ്റുന്ന സർക്കാരിനെ താഴെ ഇറക്കാനുള്ള ഉത്തരവാദിത്തം യൂത്ത് കോൺഗ്രസ് ഏറ്റെടുക്കുന്നുവെന്ന് ഷാഫി പറമ്പിൽ MLA പറഞ്ഞു. പഠിച്ചു പാസ്സായവർ AKG സെന്ററിലല്ല ജോലി ചോദിക്കുന്നത്, സർക്കാരിന്റെ ജോലിയാണ്. നോർത്ത് ഗേറ്റിന് മുന്നിൽ ബാരിക്കേഡ് ഭേദിക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പ്രകോപനം തുടർന്നപ്പോൾ കണ്ണീർ വാതകവും പ്രയോഗിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഷാഫി പറമ്പിൽ, KS ശബരിനാഥൻ, റോജി M ജോൺ തുടങ്ങി സമരത്തിൽ പങ്കെടുത്ത MLA മാർ അടക്കമുള്ളവരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. കടക്കാവൂർ പോക്സോ കേസിൽ കുട്ടിയുടെ അമ്മയ്ക്കെതിരെ കൂടുതൽ തെളിവുകൾ. വിഷയം വെറും കുടുംബ പ്രശ്നമല്ലെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ പറഞ്ഞു. അമ്മയുടെ മൊബൈലിൽ നിന്ന് ചില നിർണായക തെളിവുകൾ ലഭിച്ചതായി പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. മകന്റെ മൊഴിയിൽ കഴമ്പുണ്ടെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞു. പരാതി നൽകിയ കുട്ടിക്ക് മാതാവ് ചില മരുന്നുകൾ നൽകിയിരുന്നു. തെളിവ് ശേഖരണത്തിന്റെ ഭാഗമായി ഈ മരുന്നുകളുടെ സാമ്പിളുകൾ ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും പ്രോസിക്യൂഷൻ അറിയിച്ചു. അതേസമയം പോലീസിന്റെ അന്വേഷണം ശരിയായ രീതിയിലല്ല എന്നായിരുന്നു കുട്ടിയുടെ അമ്മയുടെ വാദം. കോഴിക്കോട് കെട്ടാങ്ങൽ പാലക്കുറ്റിയിൽ വീട്ടിൽ കയറി ഗുണ്ട ആക്രമണം. കാനാംകുന്നത്ത് അൻവർ സാദിഖിന്റെ വീട്ടിലാണ് ആക്രമണമുണ്ടായത്. 2 കുട്ടികളടക്കം 5 പേർക്ക് പരുക്കേറ്റു. മുഖം മൂടി ധരിച്ചെത്തിയവരാണ് ആക്രമണം നടത്തിയത്. അൻവർ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിലെ ചില രേഖകളാണ് സംഘം ആവശ്യപ്പെട്ടത്. സംഭവത്തിൽ കുന്നമംഗലം പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. കൊല്ലവിളി മുദ്രാവാക്യങ്ങളുമായി കണ്ണൂരിൽ CPIM-ന്റെ പ്രകടനം. മയിൽ ചെറുപഴശ്ശിയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF ബൂത്ത് ഏജന്റുമാരെ മർദ്ദിച്ച കേസിലെ പ്രതികൾക്ക് നൽകിയ സ്വീകരണത്തിലാണ് CPIM പ്രവർത്തകർ കൊല്ലവിളി മുഴക്കിയത്. സംഭവത്തിൽ നടപടി ആവശ്യപ്പെട്ട് UDF മയ്യിൽ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. എന്നാൽ ഇതിൽ പാർട്ടിക്ക് പങ്കില്ലെന്നും കൊലവിളി നടത്തിയിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടിയെടുക്കുമെന്നും CPIM മയ്യിൽ ഏരിയ സെക്രട്ടറി പ്രതികരിച്ചു. സംസ്ഥാനത്ത് 3-ാം ദിനം 8548 ആരോഗ്യ പ്രവർത്തകർ കോവിഡ് വാക്സിൻ സ്വീകരിച്ചു. സംസ്ഥാനത്ത് ഇതുവരെ വാക്സിൻ സ്വീകരിച്ചവരുടെ എണ്ണം 24558 എറണാകുളം, കോഴിക്കോട് ജില്ലകളിൽ 11 കേന്ദ്രങ്ങളിലും ബാക്കിയുള്ള ജില്ലകളിൽ 9 കേന്ദ്രങ്ങളിൽ വീതവുമാണ് വാക്സിനേഷൻ നടന്നത്. ഇതുവരെ ആർക്കും പാർശ്വഫലങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. ഇതുവരെ സംസ്ഥാനത്ത് 4,59,853 പേരാണ് വാക്സിനായി രജിസ്റ്റർ ചെയ്തത്. സംസ്ഥാനത്തിന് 2ാം ഘട്ടമായി 3,60,500 ഡോസ് കോവിഡ് വാക്സിൻ അനുവദിച്ചു. ഇന്ത്യയിൽ ഉപയോഗിക്കാൻ അനുമതി നൽകിയ 2 വാക്സിനുകളും സുരക്ഷിതമെന്ന് ആവർത്തിച്ച കേന്ദ്ര സർക്കാർ. പാർശ്വഫലങ്ങളും ഗുരുതര പ്രശ്നങ്ങളും സംബന്ധിച്ച ആശങ്കകൾക്കിപ്പോൾ പ്രസക്തിയില്ല. ചികിത്സയിലുള്ളവരുടെ എണ്ണം 5000-ലധികമുള്ളത് കേരളത്തിലും മഹാരാഷ്ട്രയിലും മാത്രമാണെന്ന് ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. രാജ്യത്ത് 4,54,049 പേർക്ക് ഇതുവരെ വാക്സിൻ നൽകി. പാർശ്വഫലങ്ങളടക്കം പ്രതികൂല സംഭവങ്ങൾ 0.18% മാത്രമാണ്. 0.002% പേർ മാത്രമാണ് ആശുപത്രിയിൽ ചികിത്സ തേടിയത്. മൂക്കിലൊഴിക്കുന്ന വാക്സിൻ വികസിപ്പിക്കാനും ശ്രമം തുടങ്ങി. സംസ്ഥാനത്ത് ഇന്ന് 6186 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 66,259 സാമ്പിളുകൾ പരിശോധിച്ചു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 9.34%. 5541 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 484 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. കഴിഞ്ഞ 24 മണിക്കൂറിടെ UK-യിൽ നിന്ന് വന്ന 7 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. എന്നാൽ ജനിതക വകഭേദം വന്ന വൈറസ് പുതുതായി ആർക്കും സ്ഥിരീകരിച്ചിട്ടില്ല. 26 മരണങ്ങൾ കൂടി ഇന്ന് സ്ഥിരീകരിച്ചതോടെ സംസ്ഥാനത്തെ ആകെ മരണം 3500 കടന്നു. 4296 പേർ ഇന്ന് രോഗമുക്തരായി. തൃപ്പൂണിത്തുറ ആയുർവേദ മെഡിക്കൽ കോളേജിൽ കോവിഡ് ബാധിതരുടെ പ്രതിഷേധം. മതിയായ ചികിത്സയും സൗകര്യവും നൽകുന്നില്ലെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം. ഇന്നലെ നടത്തിയ പരിശോധനയിൽ മാത്രം 30 പേർക്കാണ് തൃപ്പൂണിത്തുറ ആയുർവേദ മെഡിക്കൽ കോളേജിൽ കോവിഡ് പോസിറ്റീവായത്. ആശുപത്രി അധികൃതർ രോഗികളുമായി നടത്തിയ 2 മണിക്കൂർ നീണ്ട ചർച്ചയ്ക്കൊടുവിൽ പ്രതിഷേധം അവസാനിച്ചു.
സെക്രട്ടേറിയറ്റിൽ ജീവനക്കാരുടെയും സന്ദർശകരുടെയും അകത്തേക്കും പുറത്തേക്കുമുള്ള സഞ്ചാരം നിയന്ത്രിക്കുന്നു. ഇതിനായി ആക്സസ് കൺട്രോൾ സംവിധാനം ഏർപ്പെടുത്താൻ തീരുമാനം. പഞ്ച് ചെയ്തിട്ട് മുങ്ങുന്ന ഉദ്യോഗസ്ഥരുടെ ശമ്പളം വെട്ടിക്കുറയ്ക്കും. പദ്ധതി നടത്തിപ്പിനായി 1,95,00,000 രൂപ അനുവദിച്ചു. സെക്രട്ടേറിയറ്റിലേക്കുള്ള 4 ഗേറ്റിലും അനക്സ് കെട്ടിടങ്ങളുടെ ഗേറ്റിലും ആക്സസ് കൺട്രോൾ സംവിധാനം ഏർപ്പെടുത്താനാണ് തീരുമാനം. ദിവസം 7 മണിക്കൂർ ജോലി ചെയ്തില്ലെങ്കിൽ അവധിയായി രേഖപ്പെടുത്തുകയും ശമ്പളത്തിൽ കുറവ് വരുത്തുകയും ചെയ്യും. സെക്രട്ടേറിയറ്റിലെ ഭരണപരിഷ്കാര നടപടികളുടെ ഭാഗമായാണ് തീരുമാനം. കൊച്ചിൻ മെട്രോ റെയിൽ ലിമിറ്റഡിന്റെ സൗജന്യ സാങ്കേതിക സഹായത്തോടെയാണ് ഇത് നടപ്പാക്കുന്നത്. സ്വർണ്ണക്കടത്ത് കേസിൽ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കർ ഉൾപ്പെടെ 7 പ്രതികളുടെ റിമാൻഡ് കാലാവധി കോടതി നീട്ടി. എം ശിവശങ്കർ, സ്വപ്ന സുരേഷ്, സരിത് PS, സന്ദീപ് നായർ, ജലാൽ, മുഹമ്മദ് ഷാഫി എന്നിവരുടെ റിമാൻഡാണ് നീട്ടിയത്. അടുത്ത മാസം 2-ാം തീയതി വരെയാണ് റിമാൻഡ് നീട്ടിയത്. കസ്റ്റംസ് അന്വേഷിക്കുന്ന കേസിലാണ് കോടതി ഉത്തരവ്. ഡോളർ കടത്ത് കേസിലും സ്വപ്നയുടെയും സരിത്തിന്റെയും റിമാൻഡ് നീട്ടിയിട്ടുണ്ട്. ഫെബ്രുവരി 2 വരെയാണ് റിമാൻഡ് നീട്ടിയത്. കൊച്ചിയിലെ പ്രത്യേക സാമ്പത്തിക കുറ്റവിചാരണ കോടതിയുടേതാണ് ഉത്തരവ്. സംസ്ഥാന സർക്കാരിന്റെ ക്രിസ്മസ് പുതുവത്സര ബമ്പർ ലോട്ടറി നേടിയ ഭാഗ്യവാനെ കണ്ടെത്തി. തെങ്കാശി സ്വദേശി ഷറഫുദ്ദീനാണ് 12 കോടിയുടെ ഭാഗ്യശാലി. തിരുവനന്തപുരത്ത് ലോട്ടറി ഭവനിലെത്തി ഷറഫുദ്ദീൻ ടിക്കറ്റ് കൈമാറി. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഏറെയുള്ള ഷറഫുദ്ദീൻ ആര്യങ്കാവ് മുതൽ പുനലൂർ വരെ ബൈക്കിൽ ലോട്ടറി വിൽപ്പന നടത്തിയാണ് ഉപജീവനത്തിനുള്ള തുക കണ്ടെത്തുന്നത്. വിൽക്കാതെ മാറ്റിവെച്ച ടിക്കറ്റിനാണ് 1-ാം സമ്മാനം ലഭിച്ചത്. സമ്മാനത്തിന് അർഹനായതിൽ സന്തോഷമുണ്ടെന്ന് ഷറഫുദ്ദീൻ പറഞ്ഞു. സന്തോഷമുണ്ട്. വിശ്വസിക്കാൻ പറ്റിയ നമ്പർ കണ്ടപ്പം വിറയലുണ്ടായിരുന്നു. മലപ്പുറം പാണ്ടിക്കാട്ടിൽ പോക്സോ കേസിന് ഇരയായ പെൺകുട്ടി 3-ാം തവണയും പീഡനത്തിനിരയായ സംഭവത്തിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. മേലാറ്റൂർ സ്വദേശി കുറ്റിക്കൽ ജിബിനാണ് അറസ്റ്റിലായത്. കേസിൽ അറസ്റ്റിലാകുന്ന 21-ാമത്തെ പ്രതിയാണ് ജിബിൻ. ഒളിവിലായിരുന്ന പ്രതി ജിബിനെ വളാഞ്ചേരിയിൽ വെച്ചാണ് പാണ്ടിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. പെരിന്തൽമണ്ണ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ഇനിയും തിരിച്ചറിയാൻ കഴിയാത്ത പ്രതികളുള്ള കേസിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. രാജ്യത്ത് ഇന്ധനവില സർവ്വകാല റെക്കോർഡിൽ. പെട്രോളിന് 25 പൈസയും ഡീസലിന് 27 പൈസയും കൂട്ടി. പെട്രോളിന് ₹1.32 ഡീസലിന് ₹1.42 6 തവണയായി വർദ്ധിച്ചത്. കൊച്ചിയിലെ ഇന്നത്തെ പെട്രോൾ വില ₹85.36. ഡീസലിനാവട്ടെ ഇന്ന് ₹79.51. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കൂടിയതാണ് ഇന്ധനവില വർദ്ധിക്കാൻ കാരണമായതെന്നാണ് എണ്ണ കമ്പനികളുടെ വിശദീകരണം. സംസ്ഥാനത്ത് ഫയർഫോഴ്സിൽ ഇന്റലിജൻസ് വിഭാഗം തുടങ്ങുന്നു. അപകടങ്ങളും അഴിമതിയും കണ്ടെത്തി അടിയന്തര നടപടി ഉറപ്പാക്കാനാണ് പുതിയ രഹസ്യാന്വേഷണ സംവിധാനം. ഫയർ NOC വൈകിപ്പിക്കുന്നതിനെതിരെ നടപടിക്ക് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയതായി ഫയർഫോഴ്സ് മേധാവി ഡോക്ടർ B. സന്ധ്യ 24-നോട് പറഞ്ഞു. ഫയർ സംബന്ധമായ NOC കിട്ടുന്നതിന് ഒട്ടും കാലതാമസം നേരിടാതെ ചെയ്യണമെന്നുള്ള ഒരു നിർദ്ദേശം മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അതനുസരിച്ച് ഓൺലൈൻ NOC നൽകാനുള്ള നടപടി സ്വീകരിച്ചു തുടങ്ങി. ട്രയൽ റൺ ഇവിടെ ഇന്നലെ മുതൽ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ പൊതുജനങ്ങൾ ഈ ഒരു അവസരം ഉപയോഗിക്കണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്.